നമസ്കാരം. ഓഫ്ലോ പേ ആപ്ലിക്കേഷനിലേക്ക് ബിസിനസ് അസോസിയേറ്റ് ആവാൻ വേണ്ടി വരുന്ന മുതൽ മുടക്കും അതിൽ ലഭിക്കുന്ന ബെനിഫിറ്റും മറ്റുള്ളവർ ബിസിനസ് അസോസിയേറ്റ് ആവുമ്പോൾ ലഭിക്കുന്ന വരുമാനങ്ങളും വിശദീകരിക്കുവാനാണ് ഈ ഒരു വീഡിയോ. ഒരു വ്യക്തിക്ക് രണ്ട് രീതിയിൽ ബിസിനസ് അസോസിയേറ്റ് ആകാവുന്നതാണ്. ഒന്ന് 1599 രൂപയുടെ പാക്കേജാണ്. ആ ഒരു പാക്കേജ് എടുക്കുന്ന വ്യക്തിക്ക് 15 ലെവലുകളിലായിട്ട് വരുന്ന കസ്റ്റമറുടെ ഇടപാടുകളിൽ നിന്നും വരുമാനം ലഭിക്കും. അതോടൊപ്പം തന്നെ ഡെയിലി പോസ്റ്റ് എന്ന ഒരു സോഫ്റ്റ്വെയർ ലഭിക്കും. അതുപോലെ മിനി വെബ്സൈറ്റ്, നമുക്ക് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൊഫൈൽ എന്നൊക്കെ വിളിക്കാവുന്ന മിനി വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കും. അതുപോലെ ഇൻവിറ്റേഷൻ കാർഡ് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ലഭിക്കും. ഈ 3 സോഫ്റ്റ്വെയറും ഫ്രീ ആയിട്ട് ലഭിക്കും. ഇനി 499 രൂപയ്ക്കാണ് മറ്റൊരു പാക്കേജ് ഉള്ളത്. ഈ പാക്കേജ് എടുത്ത് വരുന്നവർക്ക് 10 ലെവലുകളിൽ വരുമാനം ലഭിക്കും. അതുപോലെ തന്നെ ഡെയിലി പോസ്റ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ 2 പാക്കേജുകളിലായിട്ട് നമുക്ക് ബിസിനസ് അസോസിയേറ്റ് ആകാവുന്നതാണ്. എന്നാൽ നമ്മുടെ കെയർ ഓഫിൽ വരുന്ന കസ്റ്റമർ, നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത കസ്റ്റമർ ആരെങ്കിലും ബിസിനസ് അസോസിയേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ വരുമാനം ലഭിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾക്ക് ആദ്യം 499 രൂപയുടെ പാക്കേജാണ് നോക്കുന്നത്. ഇത് നമുക്ക് 10 ലെവലുകളിലാണ് വരുമാനം ലഭിക്കുക എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്ന കസ്റ്റമറെയാണ് നമ്മൾ ലെവൽ 1 എന്ന് അറിയപ്പെടുന്നത്. ആ ലെവൽ 1ലുള്ള ആളുകൾ ആരെങ്കിലും ബിസിനസ് അസോസിയേറ്റ് ആവുകയാണെങ്കിൽ, അതായത് 499 രൂപ മുടക്കി ബിസിനസ് അസോസിയേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾക്ക് 100 രൂപയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 10 കസ്റ്റമർ നമുക്കുണ്ട് എങ്കിൽ 100 രൂപ പ്രകാരം നമുക്ക് 1000 രൂപ അവിടെ നമുക്ക് വരുമാനം ലഭിക്കും. ഈ 10 കസ്റ്റമറുടെ ബിസിനസ് അസോസിയേറ്റ് ആയി അവിടെ കെയർ ഓഫിൽ വരുന്ന കസ്റ്റമർ ബിസിനസ് അസോസിയേറ്റ് ആകുമ്പോൾ നമ്മൾക്ക് എങ്ങനെ വരുമാനം വരുന്നു നോക്കാം. അത്തരത്തിൽ വരുന്ന ആളുകളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലെവൽ 2 ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ 10 പേരും 10 പേരെ വീതം, അതായത് 10 പേരുടെ കസ്റ്റമറിൽ നിന്നും 10 പേർ വീതം വീണ്ടും ബിസിനസ് അസോസിയേറ്റ് ആവുകയാണെങ്കിൽ അവിടെ മൊത്തം 100 ബിസിനസ് അസോസിയേറ്റിനെ നമുക്ക് ലെവൽ 2ൽ കാണാൻ സാധിക്കും. ഇതൊരു ഏകദേശ കണക്കാണ്. ഏകദേശം ഒരു വരുമാനത്തിൻ്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ 10 പേരെ വെച്ചിട്ട് ബിസിനസ് അസോസിയേറ്റ് ആവുന്ന ഒരു കണക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ 25 രൂപയാണ് ഓരോ ആളുകൾ വരുമ്പോഴും ലഭിക്കുന്നത്. അതായത് 100 പേർ വരുമ്പോൾ 25 രൂപ പ്രകാരം നമുക്ക് 2500 രൂപ നമുക്കവിടെ വരുമാനം ലഭിക്കും. ഇനി ലെവൽ 3ൽ അവിടെ കെയർ ഓഫിൽ വരുന്ന അടുത്ത ലെവലിൽ ആളുകൾ അവിടെ 1000 പേര് വരികയാണെങ്കിൽ നമുക്ക് 20 രൂപ പ്രകാരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ 20,000 രൂപ ലഭിക്കും. അടുത്ത ലെവലുകളിൽ അവിടെ നമുക്ക് 15 രൂപ പ്രകാരമാണ് ലഭിക്കുന്നത്. ഒരു 10,000 ആളുകൾ അവിടെ വരികയാണെങ്കിൽ 1,50,000 രൂപയോളം നമുക്കവിടെ വരുമാനം ലഭിക്കും. തൊട്ടടുത്ത ലെവലുകളിൽ നമ്മൾക്ക് 10 രൂപ പ്രകാരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ 1,00,000 ആളുകൾ വരികയാണെങ്കിൽ 10,00,000 രൂപയോളം നമുക്ക് വരുമാനം ലഭിക്കും. ഇനി അടുത്തത് 6ാമത്തെ ലെവൽ മുതൽ 10ാമത്തെ ലെവൽ വരെയുള്ള ആളുകൾക്ക് 4 രൂപ പ്രകാരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ ഇനി ഒരു 50,00,000 ആളുകൾ വരികയാണെങ്കിൽ 2 കോടി രൂപയോളം നമുക്കവിടെ വരുമാനം ലഭിക്കും. ഇനി ഇതേ രീതിയിൽ തന്നെ 1599 രൂപയുടെ പാക്കേജ് എടുത്തിട്ടാണ് ആളുകൾ വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വരുമാനം വരുന്നത് നോക്കാം. ലെവൽ 1ൽ 500 രൂപ പ്രകാരമാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. ഒരു 10 പേർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് 5000 രൂപ ലഭിക്കും. ഇനി ലെവൽ 2ൽ ഒരു 100 പേരുണ്ടെങ്കിൽ നമുക്കവിടെ 50 രൂപ പ്രകാരമാണ് ലഭിക്കുന്നത്. അവിടെയും നമുക്ക് 5000 രൂപ ലഭിക്കും. ലെവൽ 3ൽ നമുക്ക് 40 രൂപ പ്രകാരമാണ് ലഭിക്കുക. 1000 പേർ അവിടെ ഉണ്ടെങ്കിൽ 40,000 രൂപ നമുക്ക് വരുമാനം ലഭിക്കും. ലെവൽ 4ൽ നമുക്ക് 30 രൂപ പ്രകാരമാണ് ലഭിക്കുക. അപ്പോൾ അവിടെ 10,000 ആളുകളുണ്ടെങ്കിൽ 3,00,000 രൂപ നമുക്ക് വരുമാനം ലഭിക്കും. ലെവൽ 5ൽ 20 രൂപ പ്രകാരമാണ് നമുക്ക് ലഭിക്കുക. അവിടെ 1,00,000 ആളുകളുണ്ടെങ്കിൽ നമുക്ക് 20,00,000 രൂപ വരുമാനം ലഭിക്കും. ഇനി ലെവൽ 6 മുതൽ ലെവൽ 15 വരെ നമുക്ക് ഈ ഒരു പാക്കേജിൽ വരുമാനമുണ്ട്. അപ്പോൾ അവിടെ 10 രൂപ പ്രകാരമാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അവിടെ 50,00,000 ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 10 കോടി രൂപയോളം നമുക്കവിടെ ആ ഒരു ലെവലിൽ നമുക്ക് വരുമാനം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര കസ്റ്റമറെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ ഒരു ലെവലുകളിൽ എന്നതിനെ ആസ്പദമാക്കിയിട്ട് ഈ ഒരു
വരുമാനത്തെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നോർമലായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഈ കാണിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന കണക്കിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. കാരണം ഒരു മിനിമം 10 പേര് മാത്രമാണ് ഇവിടെ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. ഓരോ ആളുകളും മിനിമം 10 പേരാണ് കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളും ഒരു മിനിമം 10 പേരെങ്കിലും ബന്ധമില്ലാത്ത ആരും നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അങ്ങനെ ബിസിനസ് അസോസിയേറ്റിലേക്ക് 10 പേരെ വെച്ച് കൊണ്ടുവരുന്ന എല്ലാവർക്കും ഈ ഒരു രീതിയിൽ വരുമാനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഓഫ്ലൈൻ പേയിലൂടെ ലഭിക്കുന്ന മറ്റ് നിരവധി വരുമാനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ഒത്തിരി വരുമാനങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള വരുമാനങ്ങളിൽ ഒരു വരുമാനം മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. അപ്പോൾ മറ്റുള്ള വരുമാനങ്ങളെക്കുറിച്ചും മറ്റുള്ള ഓഫ്ലൈൻ അപ്ഡേഷനെക്കുറിച്ചും മറ്റ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ അമർത്തുകയാണെങ്കിൽ ഓരോ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ ലഭിക്കും. ഒരു കാര്യം ഓർക്കുക, ഓഫ്ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ലൈഫ് പാർട്ട്ണറാണ്. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും കണക്ട് ചെയ്തുകൊണ്ട് നമുക്കതിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കി തരാൻ വേണ്ടി വരുന്ന ഒരു വലിയ ഒരു ജനകീയ പദ്ധതിയാണ്. അപ്പോൾ ഈ ബിസിനസ് അസോസിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറിക്കൊണ്ട് ഇതിലെ എല്ലാ ഗുണങ്ങളും ആസ്വദിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിലൂടെ നല്ലൊരു വിജയം സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലും നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.